ഷൂട്ടിംഗ് ആണെന്ന്. ഹണിമൂൺ കോട്ടേജിന് രൂപ എത്രയാണെന്നറിയാമോ? 30,000 rupees. 30,000. അയ്യോ, ഒരു ദിവസത്തേക്കാണോ? ഏയ്, ഒരു ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്ക്. ഇങ്ങനൊരു പൊട്ടിയായി പോയല്ലോ നീ. കൊച്ചെ, ചാൾസ് രാജകുമാരൻ വരെ താമസിച്ചിട്ടുള്ള ഹോട്ടലാ. ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്ക്. ഒരു കൊച്ചു രാജകുമാരനും രാജകുമാരിയൊക്കെ ആവണ്ടേ നമുക്ക്? അതിന് ഇത്രയധികം പൈസ ഉണ്ടോ നമ്മുടെ കയ്യില്? നീ എന്താ നിന്റെ ഏട്ടനെ കുറിച്ച് വിചാരിച്ചേ? എന്റെ ബോസിന്റെ വക നമുക്കുള്ള ഹണിമൂൺ ഗിഫ്റ്റ് ആയത്. എ ബ്യൂട്ടിഫുൾ പെലേഷ്യൽ റൂം. മൂപ്പർക്ക് ചില അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടുന്ന. ഈ കളയുന്ന പൈസ നാട്ടിൽ കിട്ടിയ സ്വർഗം പോലൊരു വർഷം കഴിയാ. എന്താ ഇത്? ഈ കാക്കാക്ക് ഈ കുളുക്കുളെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്താ ഇത്? ബംഗാളിയാ? അതെ, നാട്ടിലിപ്പോ നല്ല കൂഴച്ചക്കയുടെ സീസണാന്ന് പറയായിരുന്നു പുള്ളി. चलो एक बार नामते हमें जो तो शो हैंग लगलो जुटे जाए. ഒരു വായി നോക്കിയാണ് ഇറങ്ങിക്കോളൂ. സൂക്ഷിച്ച്. പഠിക്കൽ എത്ര നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും ഈ ഹൗറ ബ്രിഡ്ജിലെ പൊടിയടിച്ച സാധനങ്ങൾ തിന്നാനാ എന്റെ പെണ്ണ് പിള്ളക്ക്. അതെ, നിങ്ങളുടെ സെക്രട്ടറി ഇതൊക്കെ ചുമന്ന് അടുക്കളയെ കൊണ്ടുവയ്ക്കുന്നതിൽ അവൾ ഒന്ന് അഹങ്കരിക്കുന്നുണ്ടാവും. അത് ശരി. അപ്പൊ ആന്റി ഞാനൊന്ന് കാണട്ടെ. പുറത്തിറങ്ങിയ ആന്റിയെ കുറ്റം പറച്ചില്ല അങ്ങളുടെ പരിപാടിയല്ലേ? അയ്യോ, നീ എന്റെ ഗോതമ്പ് കഞ്ഞൂടി മുട്ടിക്കില്ലേ? ആരുടെ കഞ്ഞൂടി മുട്ടിക്കണ കാര്യം ആ സെക്രട്ടറി? ഇതാര് ജോണോ? ഒന്നും പറയണ്ടോ. എന്താ സെക്രട്ടറി, ഇത്തവണ VS പിണറായും PBക്ക് വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വീട്ടിലേക്ക് വന്നില്ലേ? ഇത്തവണ കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നില്ലല്ലോ PBയില്. ഹലോ, സ്മിത, ഞാൻ ദിബുവിനോട് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ന്യൂസ് അവറിൽ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോടൊപ്പം ആ പെൺകുട്ടിയുടെ വിഷലോടി വെക്കാൻ. ആരെങ്കിലും ആ കുട്ടിയെ കണ്ട് തിരിച്ചറിയുകയാണെങ്കിൽ ഇൻഫോം ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും ഒരു ബോഡി കൂടി പൊങ്ങുകയാണെങ്കിൽ ഐ തിങ്ക് സോ. ഐ വിൽ കോൾ യു ബാക്ക്. ആരാ മരിച്ചേ? ആളാരാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ മലയാളിയാ. നമ്മുടെ ഡോബിഘട്ടിലെ ലേക്ക് സൈഡിലെ ബോഡി കണ്ടത്. മേ ബി ഇറ്റ്സ് എ മർഡർ. അയാള് മലയാളിയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? മുമ്പ് 2 തവണ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. നല്ല പൊളക്കണ മലയാളം പറഞ്ഞു. മലയാളിയാണെങ്കിൽ സെക്രട്ടറിക്ക് സമാധാനം നല്ല പണിയായി. ഞാൻ കണ്ടപ്പോഴൊക്കെ അയാളുടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പാവ സ്ത്രീ എത്ര നേരമായി അറിയാം അവിടെ കിടന്ന് അലർന്ന്. ഇതെന്താടി പ്രേതങ്ങളെ പോലെ കൊമ്പൊക്കെ ആയിട്ട്? നിനക്കൊന്നും പഠിക്കാനില്ലേ? എന്റെ അച്ചായ 24 മണിക്കൂറും പഠിച്ചോണ്ടിരുന്നാലേ ദാണ്ടെ അതേപോലെ എടുക്കാൻ വട്ടാവും. അതെടുത്താ ബാത്റൂമിൽ ഈ മമ്മ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കാത്ത പറഞ്ഞങ്ങോട്ട് പോട്ടെ. എന്തായാലും നീ കെട്ടിക്കാനൊന്നും പോണല്ലേ? പോയി പഠിച്ചിട്ട് പിള്ളേരെ. അതെ, അച്ചാച്ചൻ വലിയ ഭരിക്കൊന്നും വേണ്ട. സാറ്റർഡേ നൈറ്റ് ചീട്ട് കളിക്കാനുള്ള പെർമിഷൻ അപ്പായെ തന്നിട്ടുള്ളതാ. എന്നാ അപ്പ ഇല്ലാത്തപ്പ വീട് ഭരിക്കാനുള്ള പെർമിഷൻ കുഞ്ഞുനാളിൽ അപ്പ എനിക്ക് തന്നിട്ടുള്ളതാ. അല്ലേ ആനിയമ്മേ? ദാണ്ട് അപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാടി വെറുതെ ആവശ്യമില്ലാത്ത സബ്ജക്ട് എടുത്തിട്ടെ? ഡേ, ബാക്കിയുള്ളവൻ കാനത്തൂഴം കിടന്ന് തൊണ്ട തുറന്നിട്ട് വരിക. നീ പോയി തിരിച്ച് ചായ എടുത്തിട്ടൊന്ന്. മമ്മ അവിടെ ഇരി. ഇവളുമാരൊക്കെ പിന്നെ എന്തിനാ വളർത്തുന്നേ? ചായ ഉണ്ടാക്കി തരാനാണ് ഞങ്ങൾ വളർത്തണേ. പിന്നല്ലാതെ. അതിനുള്ള ആളെ വേഗം നോക്കിക്കോണം. പുറകിലേ 2 വണ്ടി ക്യൂ നിക്കുവാ. അത് ശരി. ഇവളുമാരി പറഞ്ഞോണ്ട് വരുന്ന എന്താന്ന് മമ്മയ്ക്ക് പിടികിട്ടിയ? അത് പിന്നെ എന്തോ പിടികിട്ടാനാ? സിഗ്നല് കിട്ടിയിട്ടും നീ ഇങ്ങനെ അരപ്പിച്ചോണ്ട് പമ്മി നിക്കാതെ ഒന്നുകിൽ ഓടിച്ചോണ്ട് പോണം, അല്ലെങ്കിൽ ഇവളുമാരെ കേറി ഓവർടേക്ക് ചെയ്യുന്നു. വിഷയം ഒന്നും മാറ്റണ്ട കേട്ടോ. കണ്ട, അവിടെ ബാധ ഒഴിപ്പിക്കൽ തുടങ്ങി. ഇങ്ങനെ ഒരു ഇടത്തേക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ആരെങ്കിലും പറഞ്ഞയക്കോ? എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വിറ്റുവർക്കി വേറെ എവിടെയെങ്കിലും പോവാന്ന് കേക്കില്ല. പപ്പയുടെ സെന്റിമെന്റ്സും പറഞ്ഞ് എത്ര നാളെങ്ങനെ ടോളറേറ്റ് ചെയ്യണു? അജിചാച്ചൻ എന്തിനാ മമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ?
ഇന്ന് ഫെഡറേഷൻ കപ്പ് മുഹമ്മദൻസ് നേടിയെന്ന് അറിഞ്ഞപ്പോ മുതല് മമ്മ നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. അപ്പ മുഹമ്മദൻസിന് വേണ്ടി ഗോൾ അടിച്ച ദിവസം ഈ ഫ്ലാറ്റിൽ അവര് പാർട്ടി നടത്തിയ കാര്യമൊക്കെ പറഞ്ഞ് മമ്മ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഈ ചീട്ടുകളി. ഇനി ഇത് മതി ബീബി ഷൂട്ട് ചെയ്യാൻ. സോറി മമ്മ. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. മൈ ഡേർട്ടി ടങ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. മമ്മ, ഐ എം സോറി. എനിക്കറിയാം മമ്മയ്ക്ക് ഈ ഫ്ലാറ്റിനോടുള്ള സെൻറ്റിമെൻറ്റ്സ്. അപ്പയുടെയും അമ്മയുടെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണെന്നും ഒരുപാട് മെമ്മറീസ് മമ്മയ്ക്ക് ഇവിടെ ഉണ്ടെന്നും. പക്ഷേ ഈ ബാധ ഒഴിപ്പിക്കലും മന്ത്രവാദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഓക്കേടാ, ഞാനും ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറണം, പെൺകുട്ടികള് വളർന്നു വരികയല്ലേ എന്നൊക്കെ. ഹലോ ദിബു, ഗുഡ് മോർണിംഗ്. Yesterday, you told me about the Malayali girl, right? യാ, മലയാളി girl. The Malayali girl has been found locked in a lodge near my home. Can you come? I'll be there within an hour. Okay. Thank God. എന്നാടാ കാലത്ത് ദൈവത്തെ വിളിക്കുന്നേ? മമ്മ പോയേക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡോബി ഹെഡിൽ ഒരു മലയാളിയുടെ ഡെഡ് ബോഡി കണ്ടു. അയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇതാ ഇന്ന് കാലത്ത് ദിബുവിന്റെ വീടിന്റെ അടുത്തുള്ള സ്ട്രീറ്റില് ഒരു മലയാളി പെൺകുട്ടിയെ ലോഡ്ജ് റൂമിൽ ലോക്ക് ചെയ്ത പോലെ കണ്ടെന്ന്. മേ ബി ദ സെയിം ഗേൾ. ഓ, ആ കുട്ടിയും അയാളുടെ കൂടെ മരിച്ചാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടോ? സാറിന്റെ ഇവിടെ? ഏയ്, വയ്യെങ്കിൽ എഴുന്നേക്കണ്ട, കിടന്നോളൂ. സാരമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ও দাদা, ওর সম্পর্কে একটু জেনে নি। ওকে একটু সময় দি. ഇതെന്താ നെറ്റില് ബ്ലഡ്? ആ പടിത്തട്ടി വീണതാ. അയ്യോ, മലയാളത്തിലുള്ള ഈ സംസാരം കേട്ടപ്പോ തന്നെ ആശ്വാസമായി. ഇവരുടെ ഈ കലബല വർത്താനത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടെ അവർക്കൊട്ട് മനസ്സിലാവണില്ല. പെട്ടെന്ന് അങ്ങ് തനിച്ചായതുപോലെ, പേടിച്ചിട്ട് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്ന ആള് ആരാ? ഹസ്ബൻഡ്? ആ, ഏട്ടൻ പുറത്തു പോയിക്ക. അയ്യോ, പറഞ്ഞ പോലെ സാറിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഏട്ടൻ എന്നങ്ങനെ പറഞ്ഞത് അടുത്ത് മലയാളികളൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പൊട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞത്. സാർ ഇരിക്കേ. വേണ്ട. പിന്നെ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാ ചീത്ത പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യാ? സാറിനൊരു ചായ ഇടാൻ ഇവിടെ പാലും വെള്ളമൊന്നും ഇല്ലല്ലോ. Ajit. I don't think she's aware of that. ഈ മുറി പുറത്തുനിന്ന് പൊട്ടിയതാരാ? ഏട്ടനാ. എനിക്കിവിടെ ആരെയും ഭാഷയൊന്നും അറിയാത്തോണ്ട് ജോലിക്ക് പോയപ്പോ പൂട്ടിട്ട് പോയതാ. എന്താ അയാളുടെ പേര്? ഹരികുമാർ. നിങ്ങളുടെ? കൃഷ്ണ. കൃഷ്ണപ്രിയ. 2-3 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവില്ലേ മുറി പൂട്ടിപ്പോയിട്ട്? ഹരി ഇനിയും മടങ്ങി വരാത്ത എന്താന്ന് ഇതുവരെ എന്താ അന്വേഷിക്കുന്നത്? অজিত, ওইসব কথা ওকে এখন স্ট্রেট ওয়েতে বলো না। സാറ് തല ചുറ്റുന്ന പോലെ എനിക്ക് ഇത്തിരി ചോറ് വാങ്ങിച്ചു തരുമോ? ഇല്ലങ്ങളെ